തിരുവനന്തപുരം പേയാട് ആർഎസ്എസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഉഗ്രശേഷിയുള്ള 4 ബോംബുകൾ കണ്ടെത്തി. ആർഎസ്എസ് പ്രവർത്തകൻ അരുൺലാലിന്റെ വീട്ടിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. ഇയാൾക്കായുള്ള തിരച്ചിൽ പോലീസ് തുടരുന്നു. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഈ സംഭവം എന്താണ്? ഇന്നലെ രാത്രിയോട് കൂടിയാണ് സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം പേയാട് ജംഗ്ഷനിൽ തന്നെയുള്ള അരുൺലാൽ എന്ന BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് ഉഗ്ര സ്ഫോടന ശേഷിയുള്ള 4 നാടൻ ബോംബുകൾ പിടികൂടിയത്. പോലീസിന്റെ തിരച്ചിലാണ് പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിന്റെ തിരച്ചിലിന്റെ അടിസ്ഥാനത്തിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. എന്നാൽ അരുൺലാലിനെ പോലീസ് പിടികൂടാനായിട്ടില്ല. അയാൾ ഒളിവിലാണെന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ നേരത്തെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇയാൾക്കെതിരെ ചില കേസുകൾ മലയഞ്ചേരി പോലീസ് സ്റ്റേഷനിലുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം പോലീസ് നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പേയാട് ജംഗ്ഷനിലുള്ള CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താൽ സംഘർഷത്തിൽ തകർക്കപ്പെട്ടിരുന്നു. തുടർന്ന് CPIM RSS സ്ഥിരമായി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് പേയാട്. അവിടെയുള്ള ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. മനു, നേരത്തെ ആക്രമണ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്ന് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിൽ ധാരണയെടുത്തിരുന്നു. എന്നാൽ അതിനുശേഷവും കാട്ടാക്കടയിൽ ഫ്രാൻസിസ് എന്ന CI2 ഏരിയ പ്രസിഡന്റ് വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും CPIMന്റെ ഭാഗത്തു നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകോപനമോ തിരിച്ചടിയോ CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഇതേ കാര്യം തന്നെയാണ് ഇന്നലെ സർവകക്ഷി യോഗം മുമ്പാകെ CPIMന്റെ പ്രതിനിധികൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചതും. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ ബോംബുകൾ പിടികൂടുന്നത് സംഭവ സ്ഥലത്ത് സ്ഥിതിഗതികൾ വഷളാക്കും എന്ന സൂചനയാണ് ഇന്റലിജൻസ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ അധികൃതർ മേലധികാരികൾക്ക് നൽകിയിരിക്കുന്നത്. ജീവൻ, അതായത് ഈ സമാധാന യോഗങ്ങളിലും ഉഭയകക്ഷി യോഗങ്ങളിലും സർവകക്ഷി യോഗത്തിലുമൊക്കെ സമാധാനം കൊണ്ടുവരാൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണെന്നായിരുന്നു BJP നേതൃത്വം അറിയിച്ചിരുന്നത്. അതിനുശേഷം ജീവൻ പറഞ്ഞതുപോലെ കാട്ടാക്കടയിൽ CI2 ഏരിയ സെക്രട്ടറിയുടെ നേരെ, അവരുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പേയാട് RSS പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും ബോംബുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം വരുന്നു. ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് പ്രവൃത്തിയിൽ ഇതൊന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ തറയിൽ വച്ചുകെട്ടുക എന്നൊരു നടപടിയാണോ ഇവിടെ ഇവർ ആവർത്തിക്കപ്പെടുന്നത്? മനു, അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം ഇത്തരത്തിൽ യാതൊരു സംഘർഷവും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷവും വീട്ടിൽ ആയുധങ്ങൾ സൂക്ഷിക്കുക എന്നത് ഒരു ഗുണകരമായ കാര്യമോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ കാര്യമാണ് എന്ന് കരുതാനാവില്ല. പ്രാദേശിക CPIM നേതൃത്വം ഇപ്പോൾ ബോംബ് പിടികൂടിയ സംഭവത്തിൽ BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPIMന്റെ വിളപ്പിൽ ഏരിയ സെക്രട്ടറി പുത്തങ്കട വിജയൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടായേക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്.